ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആദിലെ നൂറെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിലെ നൂറേനോട് പറയുകയാണ്, നീ എന്താണെങ്കിലും അങ്ങനെ ഗെയിം കളിക്കുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ലക്ഷ്യയുദ്ധം എന്നൊരു ടാസ്ക് അവൻ നൂറ് പറയുന്നുണ്ട്, കുറച്ചൊക്കെ ചിന്തിച്ചിട്ട് വേണം ഗെയിം കളിക്കാൻ. ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട് അതൊരു ചർച്ചാ വിഷയമായി. പുറത്ത് എന്താണെങ്കിലും അത് ഭയങ്കര ചർച്ചയാകും. ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഇവിടെയുള്ളവർ വരെ ചിന്തിക്കുന്നുണ്ട്. പുറത്തുള്ള കാര്യമൊന്നും ബേബി പറയണ്ട, അതെങ്ങനെ പോകുന്നു നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അല്ല, ഇവിടെയുള്ളവർ വരെ അത് ചിന്തിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. ബേബിക്ക് എന്തോ ഒരു സന്തോഷമില്ലായ്മ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ നടന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ മാത്രമല്ലേ, അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല ബേബി, ഇവിടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും കാണുന്നു, സംസാരിക്കുന്നു. അതേപോലെ ഇനി ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വല്ലപ്പോഴൊക്കെ ആയിരിക്കില്ലേ ഓരോരുത്തരെ കാണാനൊക്കെ പറ്റുക. അനുമോളൊക്കെ കാണാം, അവിടെ പോകാം ഇവിടെ പോകാമെന്നൊക്കെ പറഞ്ഞത്, അതൊന്നും ബേബി ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കണ്ട. ഇനി ആകെയുള്ളത് കുറച്ച് ദിവസം മാത്രമാണ്, അതൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റിയെന്ന് നൂറ ആദിലനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബേബീനെ പോലെ പെട്ടെന്ന് തന്നെ എനിക്കത് മാറ്റാൻ പറ്റില്ല, എനിക്ക് കുറച്ച് സമയമെടുക്കുന്ന ബേബിക്ക് അറിയാലോ. എൻ്റെ മനസ്സിൽ നിന്നൊരു കാര്യം എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അതെടുത്ത് കളഞ്ഞത് തന്നെയാണ്. നൂറ ആദിലനോട് പറയുന്നുണ്ട്, എന്താണെങ്കിലും കുഴപ്പമില്ല, അതെന്താണെങ്കിലും വേഗം തന്നെ മാറ്റാൻ ശ്രമിക്കുക. ഇതൊന്നും നമ്മുടെ ഗെയിമിനെ എഫക്റ്റ് ചെയ്യരുത്. എനിക്കെന്താണെങ്കിലും ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നറാകണം. ആ കപ്പ് എന്താണെങ്കിലും ഞാൻ തന്നെ സ്വന്തമാക്കും. നീ കപ്പും കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ അടിക്കുമെന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ ആദിൽ നൂറിനോട് പറയുന്നുണ്ട്. ഏയ് ബേബി, അങ്ങനെയൊന്നും പറയല്ലേ. എന്താണെങ്കിലും ഇവിടെ കളിക്കേണ്ടത് മൈൻഡ് ഗെയിമാണ്. ഞാനിപ്പോൾ ആ ഒരു മൈൻഡ് ഗെയിമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നൂറ് ആദിലനോട് പറയുന്നുണ്ട്. 3.5 ലക്ഷം രൂപയും തന്ന് ബിഗ് ബോസ് എന്നെ വിടാമെന്ന് കരുതി കഴിഞ്ഞാൽ ഞാൻ എന്താണെങ്കിലും അത് വാങ്ങിക്കൊണ്ട് ഞാൻ എന്താണെങ്കിലും പോവില്ല. ഞാൻ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അത് കപ്പും കൊണ്ട് തന്നെയായിരിക്കും പോകുള്ളൂ എന്നാണ് നൂറ് പറയുന്നത്. എനിക്ക് സ്വന്തമായ ഒരു വണ്ടി വാങ്ങണം, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ടല്ലോ, അത് മതി. അതുതന്നെയാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും പോകുന്ന ഈ ബിഗ് ബോസിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരാൻ പറ്റിയതും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നതെന്നാണ് നൂറ് ആദിലനോട് പറയുന്നത്.